എന്താണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടല്ല, വേടനല്ല, ഏത് പുരുഷനായാലും അവർക്ക് നീതി കിട്ടുന്നവരെ അവരുടെ കൂടെ നിൽക്കണം. ആ നീതി കിട്ടാതെ ആ പുരുഷനെ മാത്രം ചവിട്ടി തേച്ച് അവരുടെ കുടുംബത്തിലിരിക്കുന്ന അമ്മ എന്തോരം വിഷമിക്കും? അതാരും കാണുന്നില്ലേ? എന്താ, അത് സ്ത്രീയല്ലേ? അപ്പൊ അവർക്ക് ഒരു കാര്യം വന്ന് തീരുമ്പോ അതിന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിൽക്കണം. ചേച്ചി പറഞ്ഞ കാര്യം ഇവിടെ സത്യമാണ്. കാരണം ഇതേമാതിരി കുറച്ച് പെണ്ണുങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളായിരിക്കും. അത് പിന്നീട് എന്ത് ചെയ്യും, ഇവർ ഭയങ്കര പ്രണയത്തിലേക്കാണ് എന്നുള്ള ആ ഒരു തരത്തിലേക്ക് രണ്ടുപേര് പ്രണയത്തിലേക്കായിട്ട് ഇങ്ങോട്ട് മാറും. ഇതേമാതിരിയുള്ള ഓരോ സംഭവങ്ങൾ ഇവിടെ നടക്കും. അത് നടക്കുന്ന സമയത്തൊക്കെ ഇവർക്ക് എന്താണെന്നറിയോ, വളരെ അധികം സന്തോഷം, സമാധാനം, സുഖം, സുന്ദരം ഇതൊക്കെ ആയിരിക്കും. പിന്നീട് കുറച്ചിങ്ങനെ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ് എന്നെ ഒരാൾ ചെയ്തത് പീഡനാണല്ലോ എന്ന് പിന്നീട് ഇവർക്ക് അങ്ങോട്ട് വിവരം അങ്ങോട്ട് വെച്ച് വരുന്നത്. അത് വരേക്കും ഇവർക്ക് വിവരമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പിന്നെ ഇവരെന്ത് ചെയ്യും, അത് വല്ല അങ്ങോട്ട് മാറ്റി വെക്കും. അതിപ്പോ എടുത്തുകൊണ്ട് പുറത്തേക്ക് വിടണ്ട. ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ 2-3 കൊല്ലം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അത്രയും കാലം ഇവരെ എടുത്തുകൊണ്ട് ഷോക്കേസിൽ അവിടെ കയറ്റി അവിടെ വെച്ചിട്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി നിൽക്കുന്ന സമയത്ത്, അഥവാ വേടനാണെന്നുണ്ടെങ്കിലും വേടനൊക്കെ അത്യാവശ്യം ഇങ്ങനെ കത്തി കയറി നിൽക്കുന്ന ഒരു സമയത്താണ് വേടനിക്കെതിരായിട്ട് പെണ്ണ് വന്നുകൊണ്ട് ഇറങ്ങിക്കാണ്ട് വേടന അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, നാരായണക്കല്ല് ഈ ലോകം വിവരം കണ്ട് ഇരിപ്പിക്കുന്നത്. ഇപ്പൊ നിൽക്കണേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ടു ഇലക്ഷൻ ഇങ്ങോട്ട് അടുത്തൊരു സമയത്താണ് ഈ ഒരു പെണ്ണുപിള്ള പുറത്തു കൂടെ ചാടി വരുന്നത്. പറയുമ്പോൾ ഈ പെണ്ണിന്റെ കല്യാണത്തിന് മുന്നേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് വെറും ഒരു 4 ദിവസം മാത്രമേ കൂടുതൽ ഇവിടെ താമസിച്ചിട്ടുള്ളൂ. ഒരു മാസം കൊണ്ട് തന്നെ ബന്ധം ഇവിടെ പിരിഞ്ഞല്ലോ. ഏത് കോടതിയാണോ നാവ് ഇവർക്ക് ഒരു മാസം കൊണ്ട് ഇവിടെ ബന്ധം പിരിപ്പിച്ച് കൊടുക്കാനുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് അവർ ഒപ്പുകൊണ്ട് ഇട്ട് കൂടെ കൊടുത്തത് എന്നുള്ളത് നമുക്കിവിടെ അറിയില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, 24 ന്യൂസ് ആണ് പറഞ്ഞത്. വേണം കേട്ടോളി. പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22-നാണ്. ഒരുമിച്ച് ജീവിച്ചത് 4 ദിവസം മാത്രം. ഒരു മാസത്തിനുള്ളിൽ കേട്ടല്ലോ. അപ്പൊ പോലീസിന് ആ പെണ്ണ് അഥവാ അതിജീവനത്തിന്റെ പെണ്ണാണ് കേട്ടോ. അതിജീവനത്തിന്റെ പെണ്ണാണ് ഇവിടെ പോലീസിന് ഇവിടെ മൊഴി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ള അതിജീവനത്തിന്റെ ഈ ഒരു പെണ്ണിനെ ഈ മാധ്യമ മാപ്രാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, പക്ഷെ എന്നിട്ട് എന്തിനാണ് ഇവർ ആ ഒരു പെണ്ണിനെ അവിടെ മറച്ചു വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം, അപ്പൊ അഥവാ എന്ത് അവിടെ ആണിനെ, എന്ത് അവിടെ നാണും മാനും ഒന്നും തന്നെ ഇവിടെ ഇല്ലേ? നാണും മാനും മാത്രമോട് പെണ്ണിനെ മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ചേച്ചി ഇവിടെ പറഞ്ഞതുപോലെ നീതി എന്തായാലും ഇവർക്ക് ഇവിടെ കിട്ടണ്ടേ? ഒരു ആണ് മാത്രമല്ലല്ലോ അതൊരു കുറ്റക്കാരനെ, ആ പെണ്ണും ഇവിടെ കുറ്റക്കാരി തന്നെയല്ലേ അല്ലേ? അപ്പൊ അതൊന്നും ഇവിടെ കാണാനും അത് ഇവിടെ എടുത്തിക്കാണ്ട് ഇവിടെ പറയാനും അതൊന്നും പറയാനും ഒരു മാപ്രാളികളുടെ നാവും ഇവിടെ കൊണ്ട് പൊന്തൂല. അപ്പൊ മാപ്രാളികൾ എല്ലാവരും പറയണത് എന്താണ്? അത് അവരുടെ സ്വകാര്യത ജീവിതമല്ലേ, അതിലേക്ക് എന്തിനാ നമ്മൾ കടന്നു പോകുന്നത്? പിന്നെ നിങ്ങൾ പിന്നെ ഏത് മാമാനെ കിണ്ടിക്ക പിന്നെ നിങ്ങൾ ഈ കടന്നു ഇവിടെ കയറിക്കാണ്ട് ഇത്രയും വലിയ ഫിത്ന ഫസാദുകളും നിങ്ങൾ ലോകം മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരുടെ സ്വകാര്യത ആണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ സ്വകാര്യതാണ്, നിങ്ങൾ അത് കേസ് പോയി കേൾക്കണം, നിങ്ങൾ അങ്ങനെ പോയിക്കോളി, ഞങ്ങൾക്കത് വേണ്ട എന്നല്ലേ നിങ്ങൾ മാപ്രാളികൾ നിങ്ങളോട് പറയുന്നത്. പക്ഷേ നിങ്ങൾ അതെടുത്തുകൊണ്ട് കൊട്ടി ആഘോഷിച്ച് ഇങ്ങോട്ട് അറമ്മാദിക്കല്ലേ? നിങ്ങൾ എത്ര കാലം വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അടിച്ചേൽപ്പിച്ചിട്ട് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് മേത്ത് ഇങ്ങനെ മാന്തിക്കാണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ കയറുങ്ങള്? അത്രയും വയസ്സായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന് വരേക്കും ഇതേമാതിരി ഓരോ പെണ്ണുങ്ങളെ ഇറക്കി വിട്ടിക്കാണ്ട് ആ ഒരു വ്യക്തിനെ വരെ തളർത്താനും വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ള ആൾക്കാരാണ് ഈ മാധ്യമ പ്രവർത്തകരും അതിന്റെ ബാക്കിലുള്ള ബാക്കിയുള്ള ആൾക്കാരും അല്ലെ? ഇതെന്നൊക്കെ പറയുമ്പോൾ ഇലക്ഷൻ സമയങ്ങളിൽ കണ്ടുവരുന്ന ചില നാടകങ്ങളാണ്, ചിലവർ എഴുതി ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റുകളായി കണ്ടുള്ള നാടകങ്ങൾ. ഇത്രക്കൊന്നും തന്നെ ഇതിലൂടെ ഉണ്ടാവില്ല. പക്ഷെ അതിജീവനത്തിന്റെ പെണ്ണിന് എവിടെയാണോ എന്നവ പടച്ചോൻക്ക് അറിയട്ടോ.